സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഉള്ളത് പഞ്ചാബിൻ്റെയും ഹരിയാനൻ്റെയും ക്യാപിറ്റലായ ചണ്ഡീഗഡിലാണ്. രണ്ട് സംസ്ഥാനത്തിൻ്റെ ഒരു ക്യാപിറ്റലാണ് ഇന്ത്യയിലെ യൂണിയൻ ടെറിട്ടറി ആയ ചണ്ഡീഗഡ് എന്ന് പറയുന്നത്. ഇവിടെ എന്തിനാണ് വന്നത് ചോദിച്ചാൽ അതുകൂടി ഞാൻ നിങ്ങൾക്ക് ഉൾപ്പെടുത്തി തരാം. ഇതാണ് ചണ്ഡീഗഡിലെ നിലവിലെ പരിസര ഭാഗം കേട്ടോ. ദൂരെ ഒരു ഗ്രൗണ്ട് കാണുന്നുണ്ട്. അത്യാവശ്യം ക്ലീൻ ആയതും റൂൾസ് ആൻഡ് റെഗുലേഷനും വളരെ വ്യത്യാസവുമായ ചെറിയൊരു പട്ടണമാണ് കേട്ടോ ഇന്ത്യയിലെ യൂണിയൻ ടെറിട്ടറി ആയ ചണ്ഡീഗഡ് എന്ന് പറയുന്നത്. ഞാൻ ഇവിടെ വരുന്നതല്ല, പക്ഷേ എൻ്റെ അടുത്ത യാത്ര മണാലി ആണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു. മണാലിയിലേക്ക് പോകുന്നതിന് മുന്നേ ഇവിടെ ഒരു മലയാളി കൂടെ വരുന്നുണ്ട് കേട്ടോ. കേരളത്തിൽ നിന്നേ ബൈക്ക് ഓടിച്ച ഒരു മലയാളി ഇവിടെ വരുന്നുണ്ട്. ഈ ഒരു ഹോട്ടലിൽ എൻ്റെ അടുത്ത് വരുന്നതെന്ന് പറഞ്ഞു കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു ഹോട്ടലിലാണ് നിൽക്കുന്നത്. എൻ്റെ അടുത്ത് ഇവിടെ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്യും, ഇവിടെ താമസിക്കും. ഞാൻ കൂടി വന്ന് എന്നെ കണ്ടിട്ട് നീ മണാലി പോയി മതിയെന്ന് പുള്ളിക്കാരൻ പറഞ്ഞായിരുന്നു. അതാണ് ഞാൻ ഈ ഒരു വ്ളോഗ് ഇവിടെ ഉൾപ്പെടുത്തുന്നത്. ഇതാണ് ഞാൻ താമസിക്കുന്ന ഹോട്ടൽ എന്ന് പറയുന്നത്. ഏകദേശം ഒരു 7 മണിയാകുമ്പോൾ ബിനാസ് എന്നാണ് പുള്ളിക്കാരൻ്റെ പേര്. ഇവിടെ വരും. ഇവിടെ വന്നിട്ട് ഞാൻ പുള്ളിക്കാരനെ കൂടി ഉൾപ്പെടുത്തി തരാം. എന്നിട്ട് ചണ്ഡീഗഡിലെ കുറച്ച് ടൂറിസ്റ്റ് ലൊക്കേഷൻസും ചണ്ഡീഗഡിലെ ISBT അങ്ങനെ പറയാം കേട്ടോ, ഇവിടുത്തെ ബസ് സ്റ്റേഷനാണ്. അതും ഈ ഒരു സിറ്റിയും ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഉൾപ്പെടുത്തി തരും. കാരണം ചണ്ഡീഗഡ് വളരെ വ്യത്യാസമാണ് ഇന്ത്യയിലെ മറ്റുള്ള സംസ്ഥാനങ്ങളിലെ ക്യാപിറ്റലൊക്കെ അനുസരിച്ച് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. കൂടുതൽ കാഴ്ചകൾ ഒരു മലയാളി കൂടി എൻ്റെ കൂടെ വന്നിട്ട് ഉൾപ്പെടുത്താം. എന്നിട്ടായിരിക്കും എൻ്റെ മണാലിയിലേക്ക് പോകുന്ന യാത്ര ആരംഭിക്കുക. അപ്പോൾ നമുക്ക് ബാക്കി കാഴ്ചകൾ കാണാം. അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ മലയാളി വരുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് മുട്ട പുഴുങ്ങി വെക്കണം. ഇതാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്ന പുതിയൊരു സ്റ്റൗ ആണ്. ഡുവൽ ഫ്യൂൽ സ്റ്റൗ ആണ് കേട്ടോ. ഇത് പെട്രോളാണ്. പെട്രോളിൻ്റെ ബോട്ടിലാണ് അവിടെ കാണുന്നത്. ഞാൻ കാണിച്ചു തരാം. നമുക്ക് ആദ്യം കുറച്ച് മുട്ട എടുക്കാം. ഞാൻ മുട്ട വാങ്ങി സ്റ്റോക്ക് ആക്കിയിട്ടുണ്ട്. 10 മുട്ടയാണ് എൻ്റെ അടുത്തുള്ളത്. മുട്ടയ്ക്ക് ഇവിടെ 5 രൂപയാണ് എടുത്തത് എൻ്റെ അടുത്ത് നിന്ന്. നാട്ടിലും ഈ പൈസയാണെന്ന് തോന്നുന്നു എനിക്ക്. തൽക്കാലം ഒരു നോക്കാം, 2 മുട്ട വെക്കാം. കണ്ടോ, ഇതിവിടെ വെച്ചാൽ മെല്ലനെ ചൂടായിക്കോളും. ഇതാണ് ഇതിൻ്റെ സിസ്റ്റം എന്ന് പറയുന്നത്. അടപ്പ് കണ്ടോ, അടപ്പൂടെ വെക്കുക. ഇതാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ഗ്യാസ് സ്റ്റൗ കേട്ടോ. പെട്രോളാണ്. പെട്രോൾ ഉപയോഗിക്കുക, ഡീസൽ ഉപയോഗിക്കുക. എന്നോട് പെട്രോൾ ഉപയോഗിക്കാൻ പറഞ്ഞുകൊണ്ടാണ്. പക്ഷേ കുറേ ആൾക്കാർ ഡീസലാണ് സജഷൻ ചെയ്തിട്ടുള്ളത്. ഇത് ഉപയോഗിക്കുന്ന ആൾക്കാർ അടുത്ത പ്രാവശ്യം നോക്കാതെ. കൂടാതെ തന്നെ ഇതെന്തിനാ ഉൾപ്പെടുന്നത് വെച്ചാൽ ഇനി മുതൽ നിങ്ങൾ എൻ്റെ മൗണ്ടൻ ടെൻറ്റ് ക്യാമ്പിങ്ങിൽ ഇതായിരിക്കും കാണാൻ പോകുക കേട്ടോ. ഇതുണ്ടോ, ഇങ്ങനെ പമ്പ് ചെയ്ത് കൊടുക്കുക. കാണിച്ചാൽ ശ്രദ്ധിക്കണം. കണ്ടോ, അവിടുന്ന് ചൂടായിക്കോളും. നല്ല പോലെ കത്തി വന്നോളും കേട്ടോ. എന്തായാലും മുട്ട പുഴിയും കഴിഞ്ഞിട്ട് ബാക്കി കാഴ്ചകൾ ഞാൻ കൂടി ഉൾപ്പെടുത്താം. ഞാൻ പറഞ്ഞ മലയാളി ഏകദേശം ഒരു മിനിറ്റിനുള്ളിൽ എത്തിച്ചേരും. കാരണം വിളിച്ച് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് അഡ്രസ്സും കാര്യങ്ങളൊക്കെ. നമുക്ക് നോക്കാം ഈ ഏത് കൂട്ടത്തിൽ വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഹോട്ടൽ സൂര്യ പാലാസ് ആണ് കേട്ടോ. ഇവിടെ എവിടെയോ വേണം. എന്നോട് ചുവന്ന കാറ് കണ്ടോ, അതിൻ്റെ അഡ്രസ്സാണ് പറഞ്ഞു കൊടുത്തത്. അതാ ഈ ഒരു വണ്ടിയാണ്. ആള് വരുന്നുണ്ട്. നമ്മളെ നാട്ടിൽ നിന്ന് വണ്ടി ഓടിച്ചിട്ട് ഇവിടുത്തെ ബ്ലോക്ക് കാണുമ്പോൾ പ്രാന്താവുന്നുണ്ടോ? ഇങ്ങോട്ട് ഇവിടെ വഴിയില്ല, വഴി കഴിഞ്ഞു, മൊത്തം ബ്ലോക്കാണ്. പാർക്കിങ് നോക്കണം. നമ്മളെ കേരളത്തിലെ വണ്ടിയാണ്. കേരളത്തിൽ ഓടിച്ചാണ് വരുന്നത്. പുള്ളിക്കാരനാകെ പ്രാന്തായി തോന്നുന്നു കേട്ടോ. KL 03 കേട്ടോ. ഇത് ഏതാണ് ഈ ജില്ല? പത്തനംതിട്ടക്കാരനാണ് നമ്മളെ ചണ്ഡീഗഡിൽ കാലുത്തിരിക്കുന്നത്. തൽക്കാലം അവിടെ പാർക്ക് ചെയ്യും. അവിടെ ഒരു ചെറിയ ഇതുണ്ട്, കടയുണ്ട്. ഈ ഒരു ഫോണിൽ മാപ്പ് ഓണാക്കി വെച്ചിട്ടോ ഉള്ളത്. അത് വേഗം കാണി. പ്രാന്തായോ? കുറേ നാൾക്ക് ശേഷമാണ് ഒരു മലയാളി ഇങ്ങനെ ഒരു ബൈക്കിലൊക്കെ വന്ന് എന്നെ മീറ്റ് ചെയ്യുന്നത്. അവിടെ പാർക്ക് ചെയ്യും. അവിടെ ഒരു കട ഉണ്ടോ? വാ, തൽക്കാലം അവിടെ പാർക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഈ കടക്കാരനോട് സംസാരിക്കാം. വാ, അങ്ങോട്ട് കയറ്റി വാ. ഉണ്ട്. ഇവിടെ വണ്ടി മൊത്തം ബ്ലോക്കാണ് കേട്ടോ. ഇങ്ങോട്ട് വാ. പുള്ളിക്കാരൻ ഏകദേശം കുടിയുന്ന അവസ്ഥ കേട്ടോ. ഇതിലെ കയറിക്കോ. ഇവിടെ അവരാരും നിർത്തി തരില്ല. ഇങ്ങോട്ട് കയറിക്കോ. അവരാരും നിർത്തി തരില്ല. കുറച്ച് ഉള്ളിൽ കയറ്റിക്കോ. അവിടെ കയറ്റിക്കോ. അത്യാവശ്യം ലോഡൊക്കെ ഉണ്ട് കേട്ടോ വണ്ടിയിൽ. നല്ല ലഗേജ് ഉണ്ടല്ലോ. ഇതൊക്കെ എന്തിനാ ഒരാൾക്ക് ഇത്രയും ലഗേജ്? ഡ്രസ്സും കാര്യങ്ങളും മാത്രം. ഓക്കെ. പേരെന്താ പറഞ്ഞേ? ബിനാസ് പത്തനംതിട്ട. ഓക്കെ, ഇതാണ് ഹോട്ടല്. ബുക്ക് ചെയ്ത ഹോട്ടല് മുകളിൽ കാണുന്നത്.
നമുക്ക് അവിടെ ഓണർ ഉണ്ട്, അവരോട് സംസാരിക്കാം, എന്നിട്ട് ഉറപ്പിക്കാം. തൽക്കാലം സാധനങ്ങൾ എടുത്താലോ? ഹെൽമെറ്റ് എടുക്കുക, ബാക്കത്തെ സാധനങ്ങളൊക്കെ എടുത്തോ, കാരണം ഒന്നും ഉറപ്പിക്കാൻ കഴിയില്ല. സ്ഥലം അറിയാലോ, നമ്മുടെ നാടല്ല, വ്യത്യാസമാണ്. നല്ല കള്ളന്മാരൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. കള്ളന്മാർ നമ്മൾ കളിയൊക്കെ പറയുന്നല്ലോ കേട്ടോ, കാരണം ഞാനിവിടെ വന്നതാണ്. ഇവിടെ അറിയാലോ, ഉത്തർപ്രദേശിലും ബീഹാറിൽ നിന്നൊക്കെ ധാരാളം ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതേപോലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ വണ്ടി നിർത്തിയാൽ നമ്മൾ തന്നെ നോക്കണം കേട്ടോ സാധനങ്ങളൊക്കെ. ബാക്കി നമുക്ക് പാക്ക് ചെയ്ത് റൂമിൽ പോയിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഓക്കെ അല്ലേ? ഇതാണ് ആള് കേട്ടോ. മണാലിയും തണുപ്പൊക്കെ കൊണ്ട് ചൂടെടുക്കുമെന്നും കൊണ്ടോ ഈ വണ്ടി കൊണ്ട് നാട്ടിൽ നിന്ന് ഓടിച്ചു വന്ന കേട്ടോ, പാവം. നമ്മള് വണ്ടി പാർക്ക് ചെയ്ത് അടുത്തൊരു കടക്കാരനുണ്ട്. നമ്മളെ വണ്ടി സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അത്യാവശ്യം ഹിന്ദി അറിയാലോ? തോടാ ഇവിടെ കുറെ ആൾക്കാരുണ്ട്. ഹായ് ബ്രോ, ബടിയാ? നമ്മളെ ചായ കടക്കാരനാണ്. ഭയ്യ हाय बोलिए। हेलो, कैसे हो? कैसा? बढ़िया जी, बढ़िया। नाम क्या है? नाम सुनील। सुशील हाँ। आपका दुकान है? हाँ जी। मेरा गाड़ी इधर सेफ है? हाँ, कोई दिक्कत नहीं। कोई दिक्कत नहीं है? ठीक है, थैंक यू। रात में एक बार आप चेक कर लेना, कोई प्रॉब्लम तो नहीं है। रात में आप उठ के चेक कर लेना एक बार। हाँ ठीक है, मेरा इसका होटल है सूर्य पैलेस है। हाय भैया, बढ़िया है। टेक लेना, चाय का टेक नहीं, अभी चाय नहीं है, सुबह है। सुबह आपका पास 1-2 चाहिए? ठीक है, നമുക്ക് നേരോട്ട് കയറിയാലോ? കേരളത്തിൽ നിന്ന് നമ്മളെ എന്താണ് ചണ്ടി മണാലിയൊക്കെ കഴിഞ്ഞല്ലേ? മണാലി കഴിഞ്ഞ് എന്താണ് യാത്ര ചെയ്ത് വന്ന ഒരാളാണ്. മുട്ട കഴിക്കണ്ടേ? ഞാൻ പുള്ളിക്കാരനെ ഉണ്ടാക്കി വെച്ച ഭക്ഷണം പറഞ്ഞ മുട്ടയാണ്. ജസ്റ്റ് ട്രൈ ചെയ്തോ, അതിലതാ സ്റ്റവ് ആണ് കേട്ടോ അടി കാണുന്നത്. ഇത് പെട്രോളും ഡീസലും സ്റ്റവ് ആണ്. സ്റ്റവ് നേപ്പാളിന്ന്. ആദ്യം LPG ആണ്, 5 കിലോന്റെ LPG എടുത്തിട്ടാണ് നടക്കുക, ചെസ്റ്റിൽ ഫിറ്റ് ചെയ്തിട്ട്. നമ്മളെ കേരളക്കാരുടെ കൈയൊക്കെ വല്ലാതിരിക്കുക, ഡ്രൈവ് ചെയ്ത് ഗ്ലൗസ് ഇല്ലാതെ ഡ്രൈവ് ചെയ്തത്. കച്ചറ ഇടാൻ വേണ്ടി പ്ലാസ്റ്റിക് ഇട്ട് വെച്ചിട്ടുണ്ട്. ചിത്രം തന്ന ഫസ്റ്റ് ഫുഡ് ഇത് പൊളിക്കുമ്പോൾ തന്നെ കുളമാവോ? ഇല്ല, മുട്ടയല്ലേ, മുട്ട സ്വാഭാവികമായിട്ട് അങ്ങനെയാണ്. പിന്നെ പുള്ളിക്കാരൻ സാധനം വാങ്ങിട്ടു, ഞാൻ കാണിച്ചു. സത്യം പറഞ്ഞാൽ എന്റെ യാത്രക്കൊക്കെ ഉപകാരപ്പെട്ട ഒരു സാധനമാണ്, പക്ഷെ അങ്ങനെ വെക്കാൻ പറ്റുമോ അറിയില്ല. ഇത് മണാലിന്ന് എവിടുന്ന് വാങ്ങിയ? മണികരൻ അല്ലേ? കുളു ജില്ലയിൽ വരുന്ന മണികരന്ന് വാങ്ങിയത്. ഗുരുദ്വാര പോയായിരുന്നു അല്ലേ? അവിടുന്ന് വാങ്ങിയത്. അവിടേക്കാ? അവിടെ ചില എയർ ഗണ്ണല്ലേ? ഇതുണ്ടോ പുള്ളിക്കാരൻ വാങ്ങിയ കത്തിയാണ്. ഇത് നമുക്ക് ഇങ്ങനെ കണ്ടോ, ഇതിലിങ്ങനെ വെക്കാം. ഇപ്പൊ പെട്ടെന്ന് കണ്ടാൽ പോലും മനസ്സിലാവില്ലല്ലേ? സത്യം പറഞ്ഞാൽ ഒറ്റക്കൊക്കെ യാത്ര ചെയ്യുന്നവർക്ക് വളരെ സേഫ് ആയ ഐറ്റമാണ് കേട്ടോ, സ്ത്രീകൾക്കായാലും. ഇത് പുള്ളിക്കാരൻ്റെ കഴിച്ചോ, മുട്ട കഴിച്ചോ? മുട്ടയുള്ളൂ. പിന്നെ റൊട്ടിയൊക്കെ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. റൊട്ടിയുണ്ട്, അത് വേണമെങ്കിൽ ചൂടാക്കി തരാം. സ്റ്റവ് ഉണ്ട്, ചായ വേണമെങ്കിൽ ചായ കുടിക്കാം. ഞാൻ ഈ സത്യം പറഞ്ഞ AC ഇവിടെ ഉണ്ടായിട്ട് എനിക്ക് AC ഓണാക്കാൻ പോലും അറിയില്ല. പുള്ളിക്കാരൻ വന്നിട്ടാണ് AC ഓണാക്കി തന്നെ. എനിക്കറിയില്ലായിരുന്നു AC ഓണാക്കാൻ വേണ്ടി. കുടിവെള്ളം കൂടി ഉണ്ട് കേട്ടോ. കഴിച്ചോ. ഇവിടെ 5 രൂപയോ മുട്ടക്ക് ലാഭമാണ്. പുഴുങ്ങിയത് ഹോട്ടലിൽ നിന്ന് കഴിക്ക് 20 രൂപ കൊടുക്കണം. അപ്പൊ 5 10 വാങ്ങിക്കൊണ്ടുവന്ന് 50 രൂപയ്ക്ക് പ്രശ്നമില്ലല്ലോ. അത് നാടൻ മുട്ടയല്ലേ? സാധാരണ ഓക്കെ, ഇത് നോർമൽ മുട്ടയാ തോന്നുന്നു. അതിൽ 5 രൂപയ്ക്ക് ലാഭമാണ്. എത്ര? 15 രൂപ താറാമുട്ടക്കോ? കേരളത്തിൽ ഇത്രയും പൈസ ഉണ്ട്? ഞാൻ പോയിട്ട് കുറെ ആയില്ലല്ലേ, ഒരു കൊല്ലം കഴിഞ്ഞില്ലേ. എന്തായാലും ഭക്ഷണം കഴിച്ച് ചിലപ്പോൾ നോക്കിയിട്ട് പുറത്തു പോവാം. അപ്പം ചണ്ഡീഗഡിലെ ഞാൻ ഉൾപ്പെടുത്താൻ നിന്നല്ല, ഒരു മലയാളി ഇവിടെ വരുന്നതുകൊണ്ട് പുള്ളിക്കാരൻ്റെ കൂടെ രാവിലെ ഒന്ന് കറങ്ങും. അത് കഴിഞ്ഞിട്ട് ആ ദിവസം തന്നെ വൈകുന്നേരം ഞാൻ മണാലിലേക്ക് പോകും. പുള്ളിക്കാരൻ ഇവിടെ എത്തി നേപ്പാളിലേക്കാണ് പോകുന്നല്ലേ? ബോബിയേട്ടൻ്റെ അടുത്തേക്കല്ലേ? ഞാൻ പറഞ്ഞു നമ്മളെ ബോബിയേട്ടനുണ്ടല്ലോ, പുള്ളിക്കാരൻ്റെ അടുത്ത് പോയി അവിടെ നിന്ന് നേപ്പാൾ കറങ്ങിയിട്ടായിരിക്കും നാട്ടിലേക്ക് പോകും അല്ലേ? തിരിച്ചും വണ്ടി ഓടിച്ചെന്ന് പോവാം. ഓക്കെ, നമ്മുടെ വീട്ടിൽ മലയാളികൾ വരുന്നത് കുറവാണ്, അതാണ് ഞാൻ പ്രത്യേകം ഉൾപ്പെടുത്തുന്നത്. തണുപ്പുണ്ടോ? മണാലിന്ന് വന്നതിന്റെ ഫീലിംഗ് ആണ്. എന്തായാലും ഒന്ന് ഫ്രഷ് ആണ്. രാത്രി ഒന്ന് വെറുതെ പുറത്തിറങ്ങിയതാണ്. പുള്ളിക്കാരൻ ഹെൽമെറ്റ് വരെ കൈശം വെച്ചിട്ടുണ്ട്, കട്ടോണ്ട് പോകാൻ പേടിച്ചിട്ട്. കട്ടോണ്ട് പോകാൻ പേടിച്ചിട്ട് വെച്ചാണോ? ഇവിടുത്തെ എന്താണ് സെക്ടർ എത്രയാണെന്ന് പറഞ്ഞേ? 25 സെക്ടർ 25 ഉള്ളത്. ഇതൊക്കെ ഇവിടുത്തെ ചെറിയ ചെറിയ കടകളാണ്. ജസ്റ്റ് ഒന്ന് വാക്കിങ്ങിന് ഇറങ്ങിയതാണ്, പക്ഷെ അടച്ചു തുടങ്ങി കേട്ടോ. കടയൊക്കെ അടച്ചു. വൈകിട്ട് മോർണിംഗ് വാക്കോ? ഇവിടെ ഗവൺമെന്റ് റൂൾസ് ഭയങ്കര ഇതാണ് കേട്ടോ. കേരള ചെരുപ്പം ഇട്ട് നടന്നുകൂടാ. വെറുതെ പറയാ. ഇവിടെ കടകളുണ്ട് കേട്ടോ. ഷോപ്പ് നമ്പർ
വേണ്ട വേണ്ട ഇപ്പം വേണ്ട, നമുക്ക് വാങ്ങാം. ഇപ്പം മാർക്കറ്റിന്റെ സീസൺ അല്ല. ഇവിടെ ഉണ്ട് കേട്ടോ ജാക്കറ്റൊക്കെ, നല്ല സാധനം കിട്ടുമോ? ഇതൊക്കെ ചെറിയ ചെറിയ കടകളാണ്. കിഡ്നി രണ്ടും ഇല്ലേ? അല്ല, ഒന്ന് വെക്കേണ്ടി വരും എന്തായാലും. ഇതൊക്കെ ഇവിടുത്തെ കടകളാണ്. എന്താ സാധനം ഇത്? പിസയാണോ? അതാണ് പറഞ്ഞത് 250 രൂപക്ക് 4 കിട്ടുന്ന പറയുമ്പോ ആദ്യം ചോദിക്കണമായിരുന്നു. ഓക്കെ, പക്ഷെ ലാഭം 250 രൂപ കമ്പയർ ചെയ്യുമ്പോ മറ്റുള്ള സ്ഥലത്തൊക്കെ എനിക്ക് തോന്നുന്നു കിട്ടില്ല തോന്നുന്നു. ടേസ്റ്റ് ഉണ്ടോ? അടിപൊളിയാണോ? ഓക്കെ ബ്രോ, ഗുഡ്. ഓക്കെ, ഡിഫറെന്റ് ആണോ? ഓക്കെ ഓക്കെ. നിങ്ങൾ എപ്പം എൻ്റെ വ്ളോഗിൽ ഈ സാധനം ഞാൻ കഴിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. എനിക്ക് വലിയ ശീലമൊന്നുമില്ല. അടിപൊളിയാണല്ലോ. അല്ല, ഡിഫറെന്റ് ടേസ്റ്റ് ആണോ? ഓക്കെ. ഹിന്ദി അറിയോ? ഹിന്ദി അറിയോ? നാട്ടിൽ നിന്ന് ബുള്ളറ്റ് നോക്കിക്കൊണ്ട് വന്നതാണ്. ഇന്ന് എഞ്ചിനൊക്കെ അയച്ചെടുക്കും ഇവിടുത്തെ ആൾക്കാർ. ഞാൻ വണ്ടിനെ കുറിച്ച് പറയുമ്പോൾ ഭയങ്കര ടെൻഷൻ ഇടാം. ചണ്ഡീഗഡ് പേടിക്കണ്ട, വണ്ടി മൊത്തം എടുത്തിട്ട് ഭയങ്കര പേടി കേട്ടോ. ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് രാവിലത്തെ കാഴ്ചകൾ ഉടുപ്പ് രാവിലെ എവിടെ പോകും? ജസ്റ്റ് ഒന്ന് അറൗണ്ട് ചെയ്യാല്ലേ, കറങ്ങാം. ചണ്ഡീഗഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം പറയേണ്ടത് 2 സംസ്ഥാനങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു രാജധാനിയാണ്. പഞ്ചാബിൻ്റെയും ഹരിയാനേൻ്റെയും ക്യാപിറ്റലാണ്. പിന്നൊരു കാര്യം, ആദ്യമായിട്ടാണ് ചണ്ഡീഗഡിൽ വരുന്ന ഒരാൾക്ക് ഒരു സ്ഥലവും മനസ്സിലാവില്ല. കാരണം അത്ര അനേകം, അതും മനോഹരമായ റോഡുകൾ, സൈക്കിൾ പോകേണ്ട ഒരു റോഡുകൾ, അതുമാത്രമല്ല എല്ലാ ഏരിയകളിലും CCTV, സൈക്കിൾ പോകേണ്ട ഭാഗത്തുകൂടി ബൈക്ക് പോയാൽ അവരെ പോലീസ് ക്യാമറയിലൂടെ കണ്ടെത്തി ഫൈൻ ഇടുന്ന സ്ഥലമാണ് ചണ്ഡീഗഡ് എന്ന് പറയുന്നത്. ചണ്ഡീഗഡിൽ മാത്രം 56 സെക്ടറുകളുണ്ട്. നമ്മൾ പൊതുവെ ഓരോ സ്ഥലങ്ങൾ പറയില്ല, പയ്യന്നൂർ, തളിപ്പറമ്പ്, കണ്ണൂർ. ഇവിടെ അങ്ങനെയല്ല, സെക്ടറുകളാണ്. സെക്ടറിന് ഓരോ നമ്പറുകളുണ്ട്. സെക്ടർ 1, സെക്ടർ 2, സെക്ടർ 3 എന്നിങ്ങനെയാണ് ചണ്ഡീഗഡിൽ ഓരോ സ്ഥലങ്ങളും അറിയപ്പെടുന്നത്. ചണ്ഡീഗഡിൽ മാത്രം 56 സെക്ടറുകൾ ഉണ്ടെങ്കിലും അതിനപ്പുറം മൊഹാലിയാണ്. മൊഹാലി എന്ന് പറയുന്നത് പഞ്ചാബിലെ ഒരു സിറ്റിയാണ്. സെക്ടർ 57 മുതൽ എല്ലാ മേഖലകളും മൊഹാലിയാണ്. പഞ്ചാബിലെ ഒരു സിറ്റി ഏരിയകളാണ് വരിക, ചണ്ഡീഗഡിലല്ല. ഇന്ത്യയിലെ ഒരു നഗരമായ ചണ്ഡീഗഡിനെ നിലവിൽ 56 സെക്ടറുകളായി നിയമിച്ചിരിക്കുന്നു. ഈ കാണുന്ന ഒരു ഭംഗി നോക്കി എന്ത് രസമാണ്. എടുത്തു പറയേണ്ട ഒരു കാര്യം, എല്ലാ ഏരിയകളിലും CCTV ക്യാമറകൾ നമ്മളെ നിരീക്ഷിക്കുന്നുണ്ട്. സൈക്കിളുകാർ റോഡിലൂടെ അനാവശ്യമായി ക്രോസ് ചെയ്ത് പോയാൽ പോലും അതിന് ഫൈൻ ഇടുന്ന ഒരു സ്ഥലം കൂടിയാണ് ചണ്ഡീഗഡ് എന്ന് പറയുന്നത്. എന്തായാലും ഈ ഒരു സ്ഥലം എനിക്ക് നല്ലതൊരു ഇഷ്ടപ്പെട്ടു കേട്ടോ. മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഒരു ഡിഫറെൻറ്റ് ഫീലിംഗ് ആണ് ഇവിടെയുള്ളത്. ട്രാഫിക് റൂൾസ് ആൻഡ് റെഗുലേഷനിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മുന്നിൽ നിൽക്കുന്ന ഒരു സിറ്റി കൂടിയാണ് ചണ്ഡീഗഡ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് സൈക്കിൾ പോകേണ്ട പാതയിൽ സൈക്കിൾ പോകുന്ന സമയത്ത് വണ്ടി ക്രോസ് ചെയ്താൽ അത് ക്യാമറ ഫൈൻ ഇട്ട് ഡയറക്റ്റ് നമ്മളെ ഫൈൻ ഇട്ട് കൊടുക്കുന്ന കേട്ടോ പോലീസ്. കൂടാതെ തന്നെ ഓവർ സ്പീഡ് പാടില്ല, മദ്യം കഴിച്ച് വണ്ടി ഓടിച്ചൂടാ. ഇത് കണ്ടോ, ആൾ നടന്നു വരുന്നത് കണ്ടോ? ആ സമയത്ത് അവർ പോകുന്നവരെ വെയിറ്റ് ചെയ്യണം. ആ ലൈറ്റൊക്കെ കണ്ടോ? അല്ല, നാനാ ഭാഗങ്ങളിലും ലൈറ്റ് ആൻഡ് കൺട്രോൾസ്, ട്രാഫിക് സിഗ്നൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് ഇന്ത്യയിലെ ഈ ഒരു യൂണിയൻ ടെറിട്ടറി പഞ്ചാബിൻ്റെയും ഹരിയാനേൻ്റെയും ക്യാപിറ്റലാണെങ്കിലും അധികാരം മൊത്തം ചണ്ഡീഗഡ് പോലീസിനാണ്. എടുത്തു പറയേണ്ട ഒരു കാര്യം, നാനാ ഭാഗങ്ങൾ മൊത്തം, അതായത് റോഡിൻ്റെ ബാക്കി വരുന്ന ഭാഗങ്ങൾ മൊത്തം പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊന്നുമില്ലാതെ എല്ലാ ഭാഗത്തും ഗാർഡനുകളാണ് കേട്ടോ. അത്ര സുന്ദരമായിട്ടാണ് ഇവർ ഒരു യൂണിയൻ ടെറിട്ടറി അലങ്കരിച്ചിരിക്കുന്നത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ പെറുക്കി കളയാൻ വേണ്ടി പ്രത്യേകതരം തൊഴിലാളികൾ വരെയുണ്ട്. നമ്മളിപ്പോൾ ചണ്ഡീഗഡിലെ സെക്ടർ 1 വന്നിട്ടാണുള്ളത്. സുഗ്ന ലേക്ക് എന്ന് പറഞ്ഞ ലേക്ക് ഉണ്ട്. നമ്മൾ ലേക്കിലേക്ക് പോകുന്ന ഒരു ഭാഗമാണ് നിങ്ങൾ കാണുന്നത്. എങ്ങനെയുണ്ട് ക്ലീനിങ്? അടിപൊളിയല്ലേ? ഭയങ്കര വ്യത്യാസമല്ലേ? അതായത് എന്താണ് നമ്മളെ നാട്ടിലില്ലാത്ത ചില സിസ്റ്റങ്ങൾ ഇവിടെയുണ്ട്. ഇത് ബസ് കണ്ടോ? ബസ്സിന് പാർക്ക് ചെയ്യാനായാലും ആൾക്കാർക്ക് നടന്നു പോകാനായാലും ഇവിടെ ഡിഫറെൻറ്റ് റൂട്ട്സ് ഉണ്ട്. ഇത് ഈ ബസ്സാണ്, ഇലക്ട്രിക് ആണ് വണ്ടി. നിങ്ങൾക്ക് നമ്പർ പ്ലേറ്റ് ഉണ്ടോ? CHO 1T. ഈ ബസ്സാണ്. ബസ് സ്റ്റാൻഡ് നോക്കിയേ, ക്ലീൻ അല്ലേ? അതായത് ഇവിടുത്തെ ബസ് സ്റ്റേഷൻ ആട്ടോ, എന്ത് ക്ലീനാണെന്ന് നോക്കിയേ. വണ്ടി കണ്ടോ? അത് ഹൈ ക്ലാസ് വണ്ടികളാണ് കേട്ടോ. ഈ വണ്ടി ആയാലും എന്ത് സംഭവം ഒക്കെ എന്ത് അടിപൊളിയാണ് അറിയാം. ബസ്സിൻ്റെ ഒക്കെ രൂപം തന്നെ നമുക്ക് മനസ്സിലാക്കാം. അത്യാവശ്യം ക്ലീൻ ആണ്. അങ്ങ് ദൂരം നോക്കിയാൽ ഒട്ടകാണ് വരുന്നത് കാണുന്നത്. ഹൈ ബ്രോ, നമ്മൾ ഇവിടെ പോകുന്നു കേട്ടോ, സുഗ്ന ലേക്കിലേക്ക് പോവുകയാണ്. ഇതെന്തിനാ കാണിച്ചിരുന്ന ചോദിച്ചാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു, ചണ്ഡീഗഡ് പറഞ്ഞത് റൂൾസ് ആൻഡ് റെഗുലേഷൻ വളരെ വ്യത്യാസമാണ്. 2 സംസ്ഥാനത്തിൻ്റെ, അതായത് ഇന്ത്യയിൽ തന്നെ 2 പ്രധാനപ്പെട്ട സംസ്ഥാനത്തിൻ്റെ ക്യാപിറ്റൽ ആകുമ്പം അത്രയും വ്യത്യാസമാണ്. അത് മാത്രമല്ല
ഇതിൻ്റെ കൂടെ കണ്ടോ പോലീസിൻ്റെ ഡ്യൂട്ടിയാണ് കേട്ടോ. ഇപ്പോൾ ഇലക്ഷൻ ആയതുകൊണ്ട് നല്ല ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഇവിടുത്തെ പാർക്കിംഗ് സെൻ്ററാണ്. പാർക്ക് ഉണ്ടോ കാറുകൾക്കായാലും അത്രയും സൗകര്യമാണ് കേട്ടോ. ഒരു ലൈക്കിൽ വന്നാൽ എത്ര വേണമെങ്കിൽ പാർക്ക് ചെയ്യുക, അത്രയും സൗകര്യത്തോടു കൂടിയാണ് ഇവിടുത്തെ സംഭവങ്ങളൊക്കെ ഉള്ളത്. സുഗ്ന ലേക്കിലേക്ക് പോകുമ്പോൾ കാണുന്ന പൂക്കളുകളും എല്ലാം കൊണ്ടും അലങ്കരിച്ച ഒരു ഗാർഡനാണ് ഈ കാണുന്നത്. എത്ര സുന്ദരമായിരിക്കുന്നത്, അഭിനന്ദിച്ചേ പറ്റൂ കേട്ടോ. നമ്മൾ കണ്ണിൽ കാണുന്ന സത്യങ്ങൾ നമ്മൾ എവിടെയും തുറന്നു പറയണം. അത്ര ഇഷ്ടപ്പെട്ടു കേട്ടോ ചണ്ഡീഗഡ് എന്ന് പറയുന്നത്. ഏകദേശം 27-28 ഡിഗ്രി ആയിട്ടാണ് ഇവിടുത്തെ ടെമ്പറേച്ചർ വരുന്നത്. തൊട്ടടുത്ത് ഹിമാചൽ പ്രദേശ് ബോർഡറാണ് വരുന്നത്. അപ്പം വലിയൊരു ചൂടില്ല, എന്നാലും വലിയൊരു തണുപ്പും ഇല്ലാത്തൊരു ഏരിയ ആണെന്ന് പറയാം. ഇന്ത്യയിലെ ചണ്ഡീഗഡിലുള്ള സുഗ്ന തടാകം ഹിമാലയത്തിൻ്റെ താഴ്വരയിലുള്ള ഒരു ജലസംഭരണിയാണ്. അതായത് ഷിവലിക് കുന്നുകൾ എന്ന് പറയും. 1958 ഷിവലിക് മലനിരകളിൽ നിന്നും ഇറങ്ങി വരുന്ന ഒരു സീസണൽ അരുവിയായ സുഗ്നെ ചോയ അണക്കെട്ട് കെട്ടിയാണ് 3 കിലോമീറ്റർ മഴവെള്ള തടാകം സൃഷ്ടിച്ചിരിക്കുന്നത്. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, കാലാവസ്ഥ മോശമായാൽ മലനിരകളിൽ നിന്നും ചെളി ധാരാളം ഈ ഒരു തടാകത്തിലേക്ക് വന്നു ചേരുന്നു. അതുകൊണ്ടാണ് ചില സമയങ്ങളിൽ ഈ തടാകത്തിൻ്റെ കളർ മഡിയായി തോന്നുന്നത്. അല്ലാത്ത വശം ഞാൻ എൻ്റെ യാത്രയിൽ കാണിച്ച പോലെയുള്ള നീല തടാകം പോലെയാണ് ഇതിൻ്റെ കളർ വരുന്നത്. ഇതാണ് സുഗ്ന തടാകം എന്ന് പറയുന്നത്. അതായത് ഈ ഒരു യൂണിയൻ ടെറിട്ടറിയിലെ പ്രധാനപ്പെട്ട ഒരു അട്രാക്ഷൻ കൂടിയാണ് സുഗ്ന തടാകം കൂടി. എന്തായാലും സ്ഥലവും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. അത് മാത്രമല്ല ക്ലീൻ ആണ് ലൊക്കേഷനൊക്കെ. ഒരു സ്ഥലം എത്ര വൃത്തിയാവുന്നോ അത് കാണുന്നവർക്കും അത്രയും സന്തോഷമാണ്. ചണ്ഡീഗഡിൽ തന്നെ നമ്മൾ വന്നിരിക്കുന്നത് റോക്ക് ഗാർഡൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഇവിടെ കണ്ടോ സ്മാർട്ട് സൈക്കിൾ എന്ന് എഴുതിയിട്ട് നോക്കിയാൽ, ഇതൊക്കെ ഇവിടുത്തെ സ്മാർട്ട് സൈക്കിളാണ്. നമുക്ക് ഗൂഗിൾ പേ വഴി സ്കാൻ ചെയ്തിട്ട് എത്രയാണ് അവർ പറയുന്നൊരു പൈസ അവർ കൊടുക്കുക. 5 രൂപയോ 30 രൂപയോ അല്ല 10 രൂപയാണ് കേട്ടോ. നോൺ മെമ്പർ 10 രൂപ, INR 10 രൂപയാണ്. ഇന്ത്യൻ പൈസ 10 രൂപ കൊടുത്താൽ നമുക്ക് ഈ സൈക്കിൾ കൊണ്ട് ഈ ഒരു സറൗണ്ട് നമുക്ക് കറങ്ങി യാത്ര ചെയ്യാൻ പറ്റും. ഇപ്പം പോകുന്ന റോക്ക് ഗാർഡൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അത്യാവശ്യം ക്ലീൻ ആയിട്ടുള്ളൊരു ലൊക്കേഷനാണ്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇതുണ്ട് ഇവിടെ റോക്ക് ഗാർഡൻ ഫാൻറ്റാസി എന്ന് എഴുതിയിട്ടുണ്ട്. ക്രിയേറ്റഡ് ബൈ നെക് ചാൻഡ്. എന്താ എനിക്കറിയില്ല. വിസിറ്റിംഗ് ഹവേഴ്സ് സമ്മർ ആൻഡ് വിൻ്റർ ടൈമൊക്കെ ഉണ്ട് കേട്ടോ. എൻട്രി ടിക്കറ്റ് ഉണ്ട്. 9 മണി ടു 6 മണി വരെയാണ് ഇവിടുത്തെ ടൈമൊക്കെ പറയുന്നത്. ചിൽഡ്രൻ 10 രൂപ, അഡൾട്ട് 30 രൂപ. നമുക്ക് എന്തായാലും അകത്തേക്ക് കയറിയിട്ട് കൂടുതൽ കാഴ്ചകൾ കൊണ്ടുവരാം കേട്ടോ. റോക്ക് ഗാർഡനിൽ പ്രവേശിക്കുന്നതിന് മുന്നേ തന്നെ ഇവിടെ വലിയൊരു പാറക്കല്ലിൽ എന്തൊക്കെയോ ഡീറ്റെയിൽസ് എഴുതി വെച്ചിട്ടുണ്ട്. ചണ്ഡീഗഡ് ജൂലൈ 7, 1988. എന്തായാലും ഉള്ളിലേക്ക് കയറാം. നമ്മൾക്ക് അകത്ത് കയറുമ്പോൾ നമ്മൾക്ക് കാണാം തല നോക്കണമെന്ന്. കാരണം ചെറിയൊരു കവാടമാണ്. ഉള്ളിൽ കയറുമ്പോൾ തന്നെ ധാരാളം ശില്പങ്ങളാണ് കാണുന്നത്. പാറക്കല്ല് കൊണ്ടുണ്ടാക്കിയ ഓരോരോ ശില്പങ്ങൾ. ഇതിനൊരു ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആരാണ് നിർമ്മിച്ചതൊക്കെ ഞാൻ പറഞ്ഞു തരാം. ചണ്ഡീഗഡിലെ റോക്ക് ഗാർഡൻ ഇന്ത്യയിലെ ചണ്ഡീഗഡിലെ ശിലാപ്രേമികൾക്കുള്ള ശില്പ ഉദ്യാനമാണ്. ഇത് 40 ഏക്കർ വ്യാവസായിക ഗാർഹിക മാലിന്യങ്ങൾ, ഉപേക്ഷിക്കപ്പെട്ട വസ്തുക്കൾ എന്നിവയിൽ നിന്നാണ് പൂർണ്ണമായും നിർമ്മിച്ചിരിക്കുന്നത്. ഇത് നിർമ്മിച്ചത് നെക് ചന്ദ് സൈനി. അതായത് 15 ഡിസംബർ 1924, 12 ജൂൺ 2015. ചണ്ഡീഗഡ് നഗരത്തിലെ 18 ഏക്കർ ശില്പശാലയായ ചണ്ഡീഗഡിലെ റോക്ക് ഗാർഡൻ നിർമ്മിക്കുന്നതിൽ പ്രശസ്തനായ ഒരു ഇന്ത്യൻ കലാകാരനായിരുന്നു നെക് ചന്ദ് സൈനി എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ആദ്യകാല ആസൂത്രിത നഗരങ്ങളിൽ ഒന്നായ ഇത് 2016 യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റായി നിയോഗിക്കപ്പെട്ടു. കലാപ്രേമികളെക്കാൾ വാസ്തുവിദ്യ സങ്കുചിതരാണ് നഗരം സന്ദർശിക്കാൻ സാധ്യത ഉള്ളതെങ്കിലും നെക് ചന്ദിൻ്റെ റോക്ക് ഗാർഡൻ ചണ്ഡീഗഡിൻ്റെ പൈതൃകത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണ്. എന്തു തന്നെ ആയാലും ഇന്ത്യയിലെ നാനാഭാഗങ്ങളിൽ നിന്നും ഈ ഒരു പാറ കൊണ്ടുള്ള ശില്പങ്ങളും കൂടാതെ തന്നെ ചില ഏരിയകളിൽ നിന്ന് നീരുറവകളും ഉണ്ട് കേട്ടോ. ഈ ഒരു പാറക്കല്ലിൻ്റെ ഇടയിലൊക്കെ നീരുറവകളും പോകുന്നുണ്ട്. എത്ര മനോഹരമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതൊക്കെ തന്നെയാണ് കേട്ടോ ഓരോരോ കലാകാരൻ്റെയും കഴിവുകളെന്ന് നമ്മൾ പറയുന്നത്. ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പ്ലാസ്റ്റിക് വേസ്റ്റ് ഒന്നും നിലത്തിട്ടാൽ പോലും ഫൈനാണ് ഈ ഒരു സ്ഥലത്ത്. പിന്നെ ഓരോരോ ആൾക്കാർ വന്ന് ഫോട്ടോസൊക്കെ വരക്കുന്നുണ്ട്. ഇരിക്കാൻ വേണ്ടിയുള്ള സ്ഥലങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെ. ചുറ്റുമാണെങ്കിൽ സസ്യജാലങ്ങളാണ്. അതിൽ മഞ്ഞ കളറൊക്കെ ഇലകളൊക്കെ കാണുമ്പോൾ എന്ത് രസമാണ് നോക്കിയേ. അതായത് ഇവിടുത്തെ ഗവൺമെൻറ് ഇത് അത്രയും വൃത്തിയായി സൂക്ഷിക്കുന്നുണ്ട് കേട്ടോ. പഴയത് എന്താണോ അത് അത്രയും പൊന്നുപോലെ സൂക്ഷിക്കുന്നുണ്ട്. സൈഡിലൊരു വെള്ളച്ചാട്ടം കണ്ടോ, എന്ത് രസമാണല്ലേ. ഇതൊക്കെ തന്നെയാണ് ഈ ഒരു ഗാർഡൻ്റെ സവിശേഷത. പിന്നെ ഞാൻ പറഞ്ഞ ഹിസ്റ്ററിയും, ആരാണ് ഇത് ഉണ്ടാക്കിയത്, എന്താണ് ഇതിൻ്റെ ഗുണവും കാര്യങ്ങളൊക്കെ. എന്തായാലും ഈ ഒരു സ്ഥലം മസ്റ്റ് വിസിറ്റാണ്. ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ ഇതിലൂടെ നടന്നു പോകുമ്പോൾ. ഇത് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഈ ഒരു വീഡിയോൻ്റെ അടിയിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം ഇതൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ. എന്തായാലും ഇതാണ് റോക്ക് ഗാർഡനും കാര്യങ്ങളൊക്കെ. സൈഡിലൂടെ ചെറിയൊരു അരുവിയും പോകുന്നുണ്ട്. എന്തായാലും ധാരാളം സഞ്ചാരികൾ ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. ചെറിയൊരു വീഡിയോ ആണ് ഇന്നത്തത്. റോക്ക് ഗാർഡനിൽ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ നമ്മളെ ചണ്ഡീഗഡിലെ ഒരു എപ്പിസോഡ്. എനിക്ക് നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു കേട്ടോ. പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉള്ളൊരു അടിപൊളി സ്ഥലം.